കേരളത്തിന്റെ ഹോം ഗ്രൌണ്ടിൽ നടക്കുന്ന കൂച്ച് ബഹാർ ട്രോഫിയിൽ ബീഹാറിനെതിരെ ക്യാപ്റ്റൻ അഹമ്മദ് ഇമ്രാന്റെ മിന്നും പ്രകടനം. ക്യാപ്റ്റന്റെ സെഞ്ചുറി മികവിൽ രണ്ടാം ദിന കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 340 റൺസെടുത്ത കേരളം ആദ്യ ഇന്നിംഗ്സിൽ 6 റൺസിന്റെ ലീഡ് നേടി. ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ ഇമ്രാന്റെ 187 പന്തിൽ നിന്നാണ് 178 റൺസ് കരസ്ഥമാക്കിയത്. 3 സിക്സും 22 ഫോറും ഉൾപ്പെടുന്നതാണ് ഇന്നിംഗ്സ്. ആറാമനായി ഇറങ്ങിയ അദ്വൈത് പ്രിൻസും മികച്ച ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. 102 പന്ത് നേരിട്ട പ്രിൻസ് പുറത്താകാതെ 56 റൺസ് നേടിയിട്ടുണ്ട്. മംഗലപുരം KCAയുടെ ഗ്രൌണ്ടിൽ ബീഹാർ ഉയർത്തിയ 329 റൺസ് രണ്ടാം ദിനം കേരളം ഇമ്രാന്റെയും അദ്വൈത് പ്രിൻസിന്റെയും ബാറ്റിംഗ് മികവിൽ മറികടക്കുകയായിരുന്നു. വിക്കറ്റ് നഷ്ടപ്പെടാതെ 22 റൺസുമായി രണ്ടാം ദിനം ഇന്നിംഗ്സ് പുനരാരംഭിച്ച കേരളത്തിന് സ്കോർ 30-ലെത്തിയപ്പോൾ ഓപ്പണർ അഹമ്മദ് ഖാന്റെ വിക്കറ്റ് നഷ്ടമായി. വസുദേവ് പ്രസാദിന്റെ പന്തിൽ തൌഫീഖ് ക്യാച്ചെടുത്താണ് ഖാനെ പുറത്താക്കിയത്. തുടർന്ന് ക്രീസിലെത്തിയ രോഹിത് KRഉം വേഗം പുറത്തായി. പിന്നീട് അഹമ്മദ് ഇമ്രാനും അക്ഷയ് എസും ചേർന്നാണ് കേരളത്തിന്റെ സ്കോർ ഉയർത്തിയത്. 120 പന്തിൽ നിന്ന് 39 റൺസെടുത്ത അക്ഷയെ സുമൻ കുമാർ പുറത്താക്കിയാണ് സഖ്യം തകർത്തത്.